to my channel Fain Maths Classes. So ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th ചാപ്റ്റർ ട്രയാങ്കിൾസിലെ എക്സാമ്പിൾ നമ്പർ 4 ആണ്. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ ഫിഗർ ഇഫ് പി ക്യു പാരലൽ ടു ആർ എസ് പ്രൂവ് ദ ട്രയാങ്കിൾ പി ഒ ക്യു സിമിലർ ടു ട്രയാങ്കിൾ എസ് ഒ ആർ. അതായത് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പി ക്യൂവും അതേപോലെ തന്നെ ഈ എസ് ആർ എന്താണ്, പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ പി ഒ ക്യു എന്ന് പറയുന്ന ഈ കുട്ടി ട്രയാങ്കിളും അതുപോലെ തന്നെ ഈ എസ് ഒ ആർ എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളും നമ്മളെടുത്ത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ ചെയ്യും എൻ്റെ മക്കൾസെ? ഈസിയാണ്, ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത് എന്താണ് തന്നിരിക്കുന്നത്? പി ക്യു പാരലൽ ടു ആർ എസ്. ഇത് നമുക്ക് തന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഗിവൺ എന്ന് കൊടുക്കാം. ഇനി സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടുള്ള ട്രയാങ്കിൾസ് ഏതൊക്കെയാണ്? പി ഒ ക്യുവും അതേപോലെ തന്നെ എസ് ഒ ആറും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ട്രയാങ്കിൾസിന്റെ പേരൊന്നും എടുത്ത് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം: ഇൻ ട്രയാങ്കിൾ പി ഒ ക്യു ആൻഡ് ട്രയാങ്കിൾ എസ് ഒ ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ നെയിം എടുത്ത് എഴുതി. ഇനി ഇവർ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സിമിലാരിറ്റി ക്രൈറ്റീരിയൻസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അത്? എസ് എസ് എസ്, അതേപോലെ എസ് എ എസ്, പിന്നെ എ എ എ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എ എ എ വെച്ചിട്ട് നമ്മൾ പുതിയൊരെണ്ണം അല്ലേ, എ എ. അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയൻസ് ആണ് നമ്മളുടെ കയ്യിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് നമുക്കിവിടെ വരേണ്ടുള്ളതാണ് നമ്മൾ നോക്കേണ്ടുള്ളത്. അത് വെച്ചിട്ട് വേണം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാവോ? പി ക്യു പാരലൽ ടു ആർ എസ് എന്ന്. അതായത് ഈ ലൈനും പാരലൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടേ. രണ്ട് ലൈനുകൾ പാരലൽ ആണെങ്കിൽ അതിനെ ടച്ച് ചെയ്തിട്ട് ഒരു ട്രാൻസ്വേഴ്സൽ ലൈൻ വരികയാണെങ്കിൽ ഇവിടുത്തെയും അതേപോലെ തന്നെ ഇവിടുത്തെയും ആംഗിൾ എന്തായിരിക്കും? അതിൻ്റെ പേരെന്താണ്? ആംഗിൾസിൻ്റെ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്നല്ലേ. അപ്പോൾ ഈ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അവരുടെ മെഷർമെൻറ്റ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ 30 ആണെങ്കിൽ നമ്മൾ പറയും ഇവിടെ എന്താണെന്ന് 30 ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇതും പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ അതിനെ ടച്ച് ചെയ്ത് വന്ന ട്രാൻസ്വേഴ്സൽ ലൈനാണിത്. അപ്പോൾ നമുക്ക് പറയാം ഈ ആംഗിളും എന്താണെന്ന്? ഈക്വൽ ആണെന്ന്. എന്താണ് അതിൻ്റെ റീസൺ? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം: ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. റീസൺ എന്താണ്? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. ക്ലിയർ? ഇനി വീണ്ടും അതേപോലെ തന്നെ ഈ പി ക്യൂവും അതേപോലെ ഈ എസ് ആർ എന്താണ്? പാരലൽ ആണ്. അപ്പോൾ അതിനെ ടച്ച് ചെയ്ത് വന്നിരിക്കുന്ന ട്രാൻസ്വേഴ്സൽ ലൈനിൽ ഈ പി എസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇതും എന്താണ്? ഈക്വൽ ആണ്. എന്താണ് റീസൺ? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. സോ നമുക്ക് എഴുതാം: ആംഗിൾ പി ഇസ് ഈക്വൽ ടു ആംഗിൾ എസ്. റീസൺ എന്താണ്? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, രണ്ട് ലൈനുകൾ തമ്മിൽ ഇങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഓക്കെ, ഇവിടുത്തെ ആംഗിളിനെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്ന് വിളിക്കുന്നു. അതേപോലെ ഇതും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. ഓക്കെ, ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവരുടെ മെഷർമെന്റ് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ 30 ആണെങ്കിൽ നമ്മൾ പറയും ഇവിടെയും 30 ആണെന്ന്. കണ്ടോ? ഇതാണ് പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ രണ്ട് ലൈനും എന്ത് ചെയ്തിരിക്കുകയാണ്? ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞൂടെ ഇതും ഈക്വൽ ആണെന്ന്? എന്താണ് റീസൺ എൻ്റെ മക്കൾ? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെയും നമുക്കത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എഴുതാം: ആംഗിൾ പി ഒ ക്യു ഇസ് ഈക്വൽ ടു ആംഗിൾ എങ്ങനെ നെയിം ചെയ്യാം? ആംഗിൾ എസ് ഒ ആർ. റീസൺ എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 കിട്ടിയല്ലേ. അതായത് 3 ആംഗിളുകൾ ഈക്വൽ ആണെന്നാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഏത് യൂസ് ചെയ്യാം? എ സിമിലാരിറ്റി ക്രൈറ്റീരിയൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം: ട്രയാങ്കിൾ പി ഒ ക്യു സിമിലർ ടു ട്രയാങ്കിൾ എസ് ഒ ആർ ബൈ എ സിമിലാരിറ്റി ക്രൈറ്റീരിയ.
criteria. ഓക്കെ, അപ്പൊ ഇത്രയുള്ള സംഭവം. അപ്പൊ നമുക്ക് എഴുതാം ഹെൻസ്. വല്ല പാടും ഉണ്ടായിരുന്നു എൻ്റെ മക്കൾസേ? ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? അല്ലേ? കാരണം ഇവിടെ ഈ രണ്ട് ലൈനുകളും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ സുഖമായിട്ട് ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് കണ്ടെത്തി. പിന്നെ നമ്മൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ ഇത് യൂസ് ചെയ്ത് ഇവിടെയും കണ്ടുപിടിച്ചു. സോ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ക്ലാസ് മനസ്സിലായി കാണുമെന്ന് മിസ് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് എക്സാമ്പിൾ ക്വസ്റ്റ്യനുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ.